ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ റമദാനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നൈസ് പത്തിരിയും അതേപോലെ ചിക്കൻ കറിയൊക്കെ ആയിരിക്കുമല്ലോ മെയിൻ സ്പെഷ്യൽ ഐറ്റംസിൽ ഒന്ന്. അപ്പം ഞാൻ കരുതി ഇന്ന് നല്ലൊരു നൈസ് പത്തിരിയും അതേപോലെ ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയും കൂടി കാണിക്കാമെന്നാണ് കേട്ടോ. നൈസ് പത്തിരിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. ചിക്കൻ കറിയും എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും കാണിക്കുക എന്ന് കരുതിയിട്ടാണ്. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലല്ലെങ്കിലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാനിതാ ഒരു സവാള, അത്യാവശ്യം നല്ല വലിയ സവാളനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഒന്ന് കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. വല്ലാണ്ട് പേസ്റ്റ് ആവണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് അത്യാവശ്യം ഒരു ട്രാൻസ്പെറൻ്റ് ആവുമല്ലോ, ആ ടൈമിൽ 4 പച്ചമുളകും അതേപോലെ 2 തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ തക്കാളിയും ഒരു 3 ആയാലും പ്രശ്നമൊന്നുമില്ല, കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. തക്കാളി കുറയ്ക്കാണ്ട് അത്യാവശ്യം ഒരു 2-3 തക്കാളി ആഡ് ചെയ്ത് കൊടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ ഈ തക്കാളി അത്യാവശ്യം നല്ലോണം ഒന്ന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും അതേപോലെ ഉള്ളിയും ഒക്കെ ഒന്ന് വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് നമ്മുടെ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഒരു 3-4 മിനിറ്റ് കായപ്പത്തിന് തന്നെ, 3-4 മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൻ്റെ മുന്നേ തന്നെ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു ടൈം അതായത് അത്യാവശ്യം നല്ലോണം സോഫ്റ്റ് ആവുമല്ലോ തക്കാളി ആയാലും ഉള്ളി ആയാലും ഒക്കെ അത്യാവശ്യം നല്ലോണം സോഫ്റ്റ് ആയതിന് ശേഷം മാത്രം പൊടികൾ ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു 1-1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി അത്യാവശ്യം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, അത് കരുതി ഒരുപാടാവണം എന്നല്ല, അത്യാവശ്യം മല്ലിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതിൽ വെള്ളം അതേപോലെ തേങ്ങ ഒക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ആദ്യം കുറച്ച് ഉപ്പില്ലേ അത്ര തന്നെ ആഡ് ചെയ്തിട്ടുള്ളതിനു കേട്ടോ. പിന്നെ എനിക്കങ്ങനെ ഉപ്പിടേണ്ടി വന്നിട്ടില്ല, അത് കറക്റ്റ് ആയിരുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ ആ പൊടികളുടെ ഒക്കെ ഒരു റോസ് ഉണ്ടല്ലോ, അത് മാറി വരുമ്പം ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കന് ഞാനിവിടെ ആകെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞങ്ങളാകെ 2 പേരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അതന്നെ ധാരാളമാണ്. എന്നിട്ട് പിന്നെ ഞാൻ ഇതിലൊക്കെ അങ്ങനെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം ചിക്കൻ തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾ നല്ലോണം വെള്ളം ഊറ്റിയ ചിക്കനാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ചിക്കൻ വെന്തോളും. എന്നിട്ട് പിന്നെ ചിക്കനൊക്കെ അത്യാവശ്യം നല്ലോണം വെന്ത് കഴിഞ്ഞപ്പം അതിലേക്ക് അരച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് തേങ്ങ, അതേപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വേണ്ട, ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം വലിയ ജീരകമല്ലേ അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സിയിലിട്ടിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടും അത്യാവശ്യം നല്ല തിക്കാണ് കറി എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ അത്രയും നല്ലതാണ്. എനിക്കിവിടെ അത്യാവശ്യം കുറച്ച് നല്ല തിക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കറി. അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും കൂടെ കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ആ ഒരു പുതിനയിലേൻ്റെ ഒക്കെ ഒരു സ്മെല്ലും അതൊക്കെ ഇതിലോട്ട് ഇറങ്ങുമ്പം കറി നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അത്രക്കും അടിപൊളിയാണ്.
അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കറിവേപ്പില എപ്പോഴും കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് കുറച്ച് എക്സ്ട്രാ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. കാരണം കറിവേപ്പിലിൻ്റെ ടേസ്റ്റ് എപ്പോഴും മുന്നിട്ട് നിൽക്കുമ്പോൾ കറി കുറച്ചും കൂടി അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം നേരത്തെ ചിക്കൻ റോളും അതേപോലെ മുട്ട വറുത്തതും ഉണ്ട് കേട്ടോ. ഞാൻ അധികം ഇങ്ങനെ ചാടിക്കാനിരിക്കുമ്പം ടേബിളിൽ വെക്കലുണ്ട്. കാരണം എന്നാൽ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ അങ്ങോട്ട് തിന്ന് കഴിഞ്ഞു പോകും, അല്ലെങ്കിൽ അത് അതേപോലെ അവിടെ തന്നെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാനിതാ ഓരോന്നോരോന്നായിട്ട് ടേബിളിൽ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചായയും ഒക്കെ. നിങ്ങൾക്കില്ലേ എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ എൻ്റെ റമദാൻ റെസിപ്പി ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.